നമസ്കാരം, ഭാരത് ലൈവിലേക്ക് സ്വാഗതം. കേരളത്തിലെ ഇടതു വലതു മുന്നണികളെല്ലാം ഒരേ സ്വരത്തിൽ കരഞ്ഞ ഒരു കാര്യം, രാഷ്ട്രീയ പ്രതിയോഗികൾ പ്രത്യേകിച്ച് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് നിയമപരമല്ല, കെജ്രിവാൾ ഒന്നും ചെയ്തിട്ടില്ല, കെജ്രിവാൾ പാവമാണെന്നൊക്കെയാണ്. ഏതായാലും താൻ കൂടി ജയിലിൽ പോകുമെന്ന ഒരു ഉറപ്പ് ഏതാണ്ടൊക്കെ പിണറായി വിജയന് വന്നതോടെ കെജ്രിവാളിന് വേണ്ടി അരയും തലയും മുറുക്കി രംഗത്ത് വന്നത് പിണറായി വിജയനും ഉണ്ടായിരുന്നു. പിണറായി വിജയൻ മകളും ഒക്കെ ജയിലിൽ പോകുമെന്ന ഒരു ധാരണ പിണറായി വിജയൻ ഇപ്പോൾ ഉണ്ടെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു നറേറ്റീവ് ഉണ്ടാക്കാൻ ഇടതുപക്ഷവും ശ്രമിക്കുന്നത്. രാഷ്ട്രീയ പ്രതിയോഗികളെ തകർക്കുക എന്നുള്ളതാണ് BJPയുടെ ലക്ഷ്യമെന്ന് പറഞ്ഞുകൊണ്ട് രംഗത്തേക്ക് വരുമ്പോൾ അത് കെജ്രിവാളിന്റെ അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടൊരു വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടാക്കാനുമൊക്കെ ആം ആദ്മിയും ഒപ്പം LDFും UDFും ഒക്കെ കേരളത്തിലും വലിയ രീതിയിൽ ശ്രമം നടത്തിയിരുന്നു. എന്നാൽ ഇപ്പോൾ കോടതിയിൽ നിന്ന് വരുന്ന വിവരങ്ങൾ കേൾക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന അറസ്റ്റ് നിയമപരമായി തന്നെയാണ് എന്നാണ്. ഗൂഢാലോചന നടത്തിയതിന് വ്യക്തമായ തെളിവുണ്ടെന്നും അറസ്റ്റ് റിമാൻഡും നിയമപരമാണ് എന്നും കെജ്രിവാളിന്റെ വിഷയത്തിൽ കോടതി പറഞ്ഞിരിക്കുന്നു. കെജ്രിവാളിന്റെ ഹർജി കോടതി തള്ളുകയും ചെയ്തു. ED അറസ്റ്റ് ചോദ്യം ചെയ്തുള്ള കെജ്രിവാളിന്റെ ഹർജിയാണ് ഇന്നലെ തള്ളിയത്. കെജ്രിവാളിന്റെ അറസ്റ്റ് കോടതി ശരിവെച്ചു. അറസ്റ്റും റിമാൻഡും നിയമപരമാണെന്നും ഗൂഢാലോചന നടത്തിയതിന് വ്യക്തമായ തെളിവുണ്ടെന്നും കോടതി പറയുന്നുണ്ട്. ഏപ്രിൽ 3-ാം തീയതിയാണ് കെജ്രിവാളിന്റെ ഹർജിയിൽ വാദം പൂർത്തിയാക്കി വിധി പറയാൻ മാറ്റിയത്. തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് തന്നെ മാറ്റി നിർത്താനും അപമാനിക്കാനുമാണ് ED അറസ്റ്റ് നടത്തിയെന്ന വാദമാണ് കെജ്രിവാൾ കോടതിയിൽ ഉന്നയിച്ചിരുന്നത്. അന്വേഷണമില്ലാതെയാണ് അറസ്റ്റ് ചെയ്തതെന്നും ഭാവിയിൽ കുറ്റം കണ്ടെത്താമെന്ന വാദമാണ് റിമാൻഡ് റിപ്പോർട്ടിലുള്ളതെന്നുമാണ് കെജ്രിവാൾ ചൂണ്ടിക്കാട്ടിയിരുന്നത്. കേസിൽ മാർച്ച് 21-നാണ് അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിലാകുന്നത്. കെജ്രിവാളിന്റെ വസതിയിലെത്തി ED നടത്തിയ 2 മണിക്കൂർ നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് അറസ്റ്റ് രേഖപ്പെടുത്തിയത്. മദ്യനയ കേസിൽ തന്റെ അറസ്റ്റ് തടയണമെന്ന് ആവശ്യപ്പെട്ട് കെജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി തള്ളിയതിന് പിന്നാലെയാണ് കെജ്രിവാളിനെ ED അറസ്റ്റ് ചെയ്തത്. ഇക്കഴിഞ്ഞ 1-ാം തീയതിയാണ് കെജ്രിവാളിനെ 15 ദിവസത്തേക്ക് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ വിട്ടുകൊണ്ട് ദില്ലി റൌസ് കോടതി ഉത്തരവിട്ടത്. തുടർന്ന് കെജ്രിവാളിനെ തിഹാർ ജയിലിലേക്ക് മാറ്റി. ഏതായാലും ഇപ്പോൾ പുറത്തു വരുന്ന വിവരമനുസരിച്ച് തിഹാർ ജയിൽ ഇടിഞ്ഞാൽ പോലും അടുത്ത കാലത്തൊന്നും കെജ്രിവാൾ പുറത്തു വരില്ല എന്ന് തന്നെയാണ്. അഴിമതി വിരുദ്ധ പോരാട്ടം എന്ന് പറഞ്ഞുകൊണ്ട് രംഗത്ത് വരികയും അത് മുതലാക്കുകയും ചെയ്ത ആളാണ് അരവിന്ദ് കെജ്രിവാൾ എന്ന് നമുക്കറിയാം. അഴിമതി വിരുദ്ധ പോരാട്ടത്തിലൂടെ ശ്രദ്ധേയനായ ആൾ അഴിമതി കേസിൽ അറസ്റ്റ് ആകുന്നു എന്നുള്ളതും വലിയ പ്രത്യേകതയുള്ള കാര്യം തന്നെയാണ്. ഏതാണ്ട് ഒരു വിരോധാഭാസം തന്നെയാണതെന്ന് പറയേണ്ടിയിരിക്കുന്നു. ഏതായാലും അടുത്ത കാലത്തൊന്നും പുറത്തിറങ്ങാൻ കഴിയില്ല, കാര്യങ്ങൾ കൃത്യമാണ്, തെളിവുകളുണ്ട് എന്ന് കോടതിക്ക് പോലും വ്യക്തമായി കഴിഞ്ഞിരിക്കുന്നു. ഇനി BJPയെ കുറ്റം പറയാൻ കഴിയില്ല എന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.